പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ കയ്യിൽ മൈലാഞ്ചി ചുവപ്പ് പണിയാനുള്ള തിരക്കിലാണ് മൊഞ്ചത്തിക്കുട്ടികൾ. മാസപ്പിറവി കാണുന്നതോടെ മൈലാഞ്ചി ഇടാനുള്ള തിരക്കിലാണ് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ. എന്തൊക്കെ പെരുന്നാൾ തിരക്കുകൾ ഉണ്ടെങ്കിലും മുതിർന്നവരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കും. കാരണം മൈലാഞ്ചി ഇട്ടാലാണ് പെരുന്നാളിനൊരു പൂർണ്ണത കിട്ടുള്ളൂ. പരീക്ഷാ ചൂടും കഠിന വ്രതാനുഷ്ഠാനങ്ങളുടെ ക്ഷീണവും അലട്ടാതെ കൈനിറയെ മൈലാഞ്ചിയിടാനുള്ള തിടുക്കത്തിൽ മാസപ്പിറവി കാത്തിരിക്കുകയാണ് കുഞ്ഞു മൊഞ്ചത്തികൾ. പാട്ടുപാടിയും തമാശ പറഞ്ഞും കുട്ടിക്കൂട്ടരോടൊപ്പം മുതിർന്നവരും കൈനീട്ടി മൈലാഞ്ചി മൊഞ്ചണിയാൻ ഇരുന്നു കൊടുക്കും. എങ്കിലും പണ്ടത്തെ മൈലാഞ്ചി ഓർമ്മകൾക്ക് ഭംഗിയൊരൽപ്പം കൂടുതലാണ്. അമ്മിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കുന്ന മൈലാഞ്ചിയുടെ ചേല് ഇന്ന് മിനിറ്റുകൾ കൊണ്ട് ചുവക്കുന്ന മൈലാഞ്ചിക്കില്ല. ഇന്ന് നമ്മൾ അയൽവക്കത്തുള്ള കുട്ടികളും പിന്നെ മറ്റെല്ലാവരും കൂടിയും ഈ മൈലാഞ്ചി പൊട്ടിക്കാൻ പോകും. അപ്പോൾ അത് പൊട്ടിച്ച് എല്ലാവരും കൂടി അതൊരു പാത്രത്തിലാക്കി അമ്മിയിലിട്ട് അരയ്ക്കും. അമ്മിയിലിട്ട് അരച്ച് അതൊരു ഭയങ്കര നല്ല വെണ്ണ പോലെ അറിയണം. അതുപോലെ അങ്ങനെ ആക്കും. ഇന്നിപ്പോൾ ട്യൂബിൽ കിട്ടണേരും അത് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് ചോക്കും. അത് നമുക്ക് ശരിക്കും മണിക്കൂറുകളോളം ഇടണം. ആ ചുവപ്പ് വരാൻ നമ്മൾ ഭയങ്കരമായിട്ട് കൊതിക്കണ ഒരു കാലമാണ്. അന്ന് മൈലാഞ്ചിയില പറിക്കാൻ പോകുന്നത് മുതൽ പിറ്റേന്ന് രാവിലെ കയ്യിലെ മൈലാഞ്ചി ചുവപ്പ് കാണുന്നതുവരെ ആഘോഷവും ആകാംക്ഷയും ഏറെയാണ്. എല്ലാവരും കൂടി വട്ടമിട്ടിരുന്ന് ആ മൈലാഞ്ചി കുട്ടികളും പിന്നെ വലിയവരും കൂടി ഇടും. എന്നിട്ട് പിന്നെ അന്നത് കഴുകി കളയില്ല. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ കിടക്കുമ്പോൾ കിടക്കയിലൊന്നും ആരെ കിടത്തൂല. എല്ലാവരും ഇങ്ങനെ പായൊക്കെ വിരിച്ച് തലാനൊക്കെ വളരെ ഇതായിട്ടുണ്ടാവുള്ളൂ. കാരണം അതിങ്ങനെ കറ പോലെ ആവൂലേ. എല്ലാവരും കിടന്ന് രാവിലെ എണീക്കണം ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ്. ആരുടെയാണ് ഏറ്റവും കൂടുതൽ ചോന്നേക്കണേ എന്നുള്ള ഭയങ്കര ഒരു ജിജ്ഞാസയോട് കൂടിയായിരിക്കും നേരം വെളുക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. വ്രതശുദ്ധിയിലും മൈലാഞ്ചി മുഞ്ചിലും സ്നേഹത്തോടെ ഒരു പെരുന്നാളിനെ കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടൂരിനോടൊപ്പം സൂര്യ ശങ്കർ നാരായണൻ.